എങ്ങനെ ഉണ്ടായിരുന്നു ഇവർ തമ്മിലൊരു ഡിഫറൻസ് എന്താണ്? ചേച്ചിയും അനിയത്തിയും തമ്മിൽ എന്ത് തോന്നി? രണ്ടുപേരുടെയും ആദ്യ സിനിമ ചാക്കോച്ചൻ്റെ കൂടെയാണ്. അപ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണ്? എനിക്കറിയില്ല. കാരണം ആദ്യ സിനിമ എന്ന് പറയാം, ശാലിനി നായികയായിട്ട് വരുന്ന ആദ്യ സിനിമ എൻ്റെയും ആദ്യ സിനിമയാണ് നായകനായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ന്യൂ കമേഴ്സാണ്. രണ്ടുപേരും ഏകദേശം ഒരേ ഒരു മൈൻഡ് സെറ്റോടെയാണ്. ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആദ്യത്തെ സിനിമയുടെ. പക്ഷെ ഇതിൽ വരുമ്പോൾ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയി. ശ്യാമിലി കുറേ സിനിമകൾ അഭിനയിച്ചിട്ടുള്ള കുട്ടിയാണ്, പക്ഷെ നായികയായിട്ട് മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു പക്ക പ്രൊഫഷണൽ തന്നെ ആയിരുന്നു. ഒരു രീതിയിലും നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ ഓൺ ടൈം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യുന്നു. ഈ ഉത്സവ സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ രാത്രികളിൽ ഷൂട്ട് ചെയ്തിട്ട് ലേറ്റ് നൈറ്റ്സ് അല്ലെങ്കിൽ ഏർലി മോർണിംഗുകൾ വരെ ഷൂട്ടിംഗ് നടത്തിയിട്ട് ചിലപ്പോൾ അന്ന് പകൽ ഉച്ച കഴിഞ്ഞിട്ട് ഷൂട്ട് ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ തമിഴിലല്ലെങ്കിൽ തെലുങ്കിലൊക്കെ ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നൊക്കെ മാറി ഈ സിനിമയോടൊപ്പം തന്നെ യാതൊരു ഹാങ് അപ്സും ഇല്ലാതെ കോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആക്ട്രസ്സാണ് ശ്യാമിലി. ഇത് എവിടുന്ന് കണ്ടുപിടിച്ചു? കാരണം ഞങ്ങളൊക്കെ ഏകദേശം മറന്നായിരുന്നു അല്ലേ? എങ്ങനെ കണ്ടുപിടി? അങ്ങനെ സംഭവിക്കുന്നതാണ്, അല്ലാതെ ഇതെല്ലാം കോയിൻസിഡൻസ് ആണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല, അതിനേക്കാളും നല്ല പ്ലാനിങ് മുകളിൽ നിന്ന് ഒരാൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിച്ചു അല്ല ഋഷി? അതെ, ഞങ്ങൾ വിശ്വസിച്ചു. ഋഷി, ഇതിലെ ഒരു എന്താ പറയുക, 90കളിലെ സിനിമയാകുമ്പം നമ്മൾ മേക്ക് ചെയ്യുന്ന ഒരു രീതിയൊക്കെ കുറച്ച് ഡിഫറെൻറ്റ്. കാരണം കാലം ഇപ്പം ഒരുപാട് മാറി. അപ്പോൾ അതിൻ്റെ ഒരു എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? ഇല്ല, മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 90കൾ ഒരു ഇയർ പിടിക്കുന്ന സമയത്ത് ഒരു പൂർണ്ണമായ ഒരു റെട്രോ മൂഡിലല്ല, നമ്മളൊരു ഇയർ ബേസ് സിനിമ കാണുന്ന മൂഡിലല്ല ഇതിൻ്റെ മേക്കിംഗ് ഉള്ളത്. ഇത് തികച്ചും 2016 നമ്മൾ ആൾക്കാർക്ക് രസിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ മേക്കിംഗ് ഉള്ളത്. പക്ഷേ എങ്കിലും നമ്മൾ 90s ബേസ് ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ബാക്ക് ഡ്രോപ്സ് ഒക്കെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് ശൈലി എന്ന് പറഞ്ഞാൽ റെട്രോ മോഡേൺ ക്ലാസിക് എന്ന് പറഞ്ഞൊരു ജോണർ നമ്മൾ വിളിക്കുന്ന പേരാണ്. അത് അങ്ങനെ ഒരു ജോണർ ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നമ്മൾ വിളിക്കുന്നൊരു പേരിൽ, കാരണം എല്ലാ തരത്തിലുള്ള റെട്രോ സ്റ്റൈലും നമ്മൾ മോഡേണൈസ് ചെയ്തിട്ടുള്ള കാണിക്കുന്ന രീതിയും, പിന്നെ ക്ലാസിക് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാക്കീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ക്ലാസിക് ഇമേജാണ്. ഇപ്പോൾ 90s 90 കാലഘട്ടങ്ങളിൽ കഴിഞ്ഞതിന് ശേഷം 2016 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓലപ്പുര അല്ലെങ്കിൽ ഓലക്കൊട്ടക കാണുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അപ്പം ജനങ്ങളുടെ ആ ഒരു ഇരുട്ടറയിൽ ആ ഒരു അത്ഭുതം എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരുന്നു പണ്ട് കാലഘട്ടങ്ങളിൽ. അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. ശ്രീദേവി ടാക്കീസ് എന്ന് പറഞ്ഞൊരു ടാക്കീസിൻ്റെ ബാക്ക് ഡ്രോപ്പിലാണ് ഈ സിനിമ നടക്കുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ 10 ദിവസത്തെ ഒരു ഉത്സവമാണ് പിന്നീട് നെക്സ്റ്റ് ഒരു ഒക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു മേക്കിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ ചെറിയ നുറുങ്ങ് പുതിയ സംഭവങ്ങൾ നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പുതുമയാണോ ഒരു പുതിയ ശൈലിയാണോ എന്നൊന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല. പക്ഷെങ്കിൽ ചില ശ്രമങ്ങൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അത് ചിലത് നന്നായി വർക്കൗട്ട് ആയിട്ടുണ്ട് വിചാരിക്കുന്നു. അത് പുറത്തിറങ്ങുമ്പോഴാണ് ഇറങ്ങി കണ്ടുമ്പോൾ പറയാം അല്ലേ? അതാണ് സത്യം. ടാക്കീസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ട് ഋഷി നമ്മുടെ അടുത്ത് വരുമ്പോഴും പറയുന്ന ആ ടാക്കീസ് സൈഡിൽ ഒരു ചന്ത പോലത്തെ ഒരു സാധനം, ഒരു റോഡ്, അങ്ങനത്തെ ഇത് തന്നെയല്ലേ? കറക്റ്റ്, എനിക്കറിയാം. കാരണം അന്നേ വരച്ച് ക്ലിയർ ആയിരുന്നു. 2 വർഷം മുമ്പ് വരച്ച് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുമായിരുന്നു. ഇതിൻ്റെ സീനുകൾ ഇങ്ങനെയൊക്കെയാണ്. എനിവേ, എന്തായാലും ഭയങ്കര. പിന്നെ ഋഷി ഒരു ക്യാമറേൻ്റെ ക്രൂവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. ക്യാമറയിൽ നിന്നാണ് ഡയറക്ഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകത എന്തായാലും ഉണ്ടാവും അല്ലേ ചാക്കോച്ച? കാരണം 100% ഋഷി ഒരു ക്യാമറമാൻ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയിൽ കാണണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്താണ് അതായത് ഒന്ന് പറയാമോ? സിനിമാറ്റോഗ്രാഫിക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉള്ളൊരു സിനിമയാണ്. ഒരു വിഷ്വൽ പാക്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഞാൻ എസ് കുമാർ സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കുമാർ സാറിൻ്റെ മകനായിട്ടുള്ള കുഞ്ഞുണ്ണി എസ് കുമാറാണ് ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. കുഞ്ഞുണ്ണി എനിക്ക് തോന്നുന്നു പാലക്കാട് ആദ്യം ഒരു ചേഞ്ച് കൊണ്ടുവന്ന സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് മീശ മാധവനിലായിരുന്നു. മീശ മാധവന് ശേഷം വീണ്ടും നമ്മൾ പാലക്കാടിനെ നമ്മളിപ്പോൾ ട്രെയിലറൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് ഇത് പാലക്കാടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് സന്തോഷം തരുന്നതാണ്. കാരണം അത് വീണ്ടും കുഞ്ഞിന് ചെയ്യുന്നു. അത് ഞാനും കുഞ്ഞിനും കൂടെ ഒരുമിച്ച് അത് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷം. ഇതിലെ ഓരോ സീക്വൻസിലും ഓരോ ഷോട്ടിലും ഒരു വിഷ്വൽ പാക്ഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മ്യൂസിക്കും വിഷ്വലും വളരെ പാക്ഡ് ആയിട്ടാണ് ഈ സിനിമയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. പാട്ടുകൾ ഒരു 6-7 പാട്ടുണ്ട് തോന്നുന്നില്ല? 6 പാട്ടുകൾ 5 നമ്മൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള പാട്ടുകളാണ് ഇതിനകത്ത്. കാരണം എല്ലാം ഇപ്പം ചാക്കോച്ച മറ്റേ സാധനം ഉണ്ടല്ലോ, നിക്കറിൽ
വള്ളി കിട്ടുന്ന സാധനം അതിൻ്റെയൊക്കെ ഒരു വിഷ്വലൈസേഷൻ ആയാലും പാട്ടിൻ്റെ ഒരു ശൈലിയാണല്ലോ ഒരു ഡിഫറൻറ്റ് ഉണ്ട് അതിൽ. മാത്രമല്ല മറ്റേ പൂരം കാണാൻ പോരുന്നോടി പെണ്ണ് അങ്ങനെ ആ ഒരു പാട്ട് അതിൻ്റെയൊക്കെ ഒരു ഇത് പറയുമോ എന്തായിരുന്നു അങ്ങനെ ഒരു നാടൻ പാട്ട് എന്നൊക്കെ പറയാം. നാടൻ പാട്ടാണോ? നമ്മൾ ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ സോങ്സും ഡിഫറൻറ്റ് ആയിരിക്കണം എന്നൊരു പ്ലാനോട് കൂടി തന്നെയാണ് ഓരോ പാട്ടുകളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം സൂരജ് അതിൽ മാക്സിമം അവൻ 100% അതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. കാരണം ഓരോ പാട്ടുകളും ശ്രദ്ധിക്കപ്പെടുന്നു, ഓരോന്നിനും ഓരോരോ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറയുന്നതിൽ വളരെ സന്തോഷം. അപ്പം ഇതിൽ ആദ്യം ഇപ്പം നമ്മൾ പുറത്തിറങ്ങിയ അരയത്തു ചക്കർ എന്ന് പറഞ്ഞ പാട്ട് വന്നു. അതിപ്പോൾ ഒരു നാടിനെ മൊത്തത്തിൽ ബിൽഡപ്പ് ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോങ്ങാണ്. അത്രയും ബംഗ്രാമേളമൊക്കെ പോലെ നിൽക്കുന്ന ഒരു സോങ്ങാണ് അതും അതിൻ്റേതായിട്ടുള്ളൊരു പാറ്റേൺ അതിനുണ്ട്. പിന്നെ ഉള്ളത് കണ്ണുകൾ കാലഡറി എന്ന് പറഞ്ഞ സോങ്, അതൊരു പെപ്പി റെട്രോ മൂഡിലുള്ളൊരു സോങ്. ഇത്രയും പാട്ടുകളുണ്ടായിട്ട് എന്തുകൊണ്ട് ചാക്കോച്ചനെ കൂടെ ഒരു പാട്ട് പാടിച്ചില്ല? എല്ലാരും കൈവെക്കുന്നുണ്ട് പാട്ടിൽ. എന്താന്ന് വെച്ചാൽ ഞാനും ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള സൂരജും ഒരു മാക്സിമം ട്രൈ ചെയ്തു, പക്ഷെ സമ്മതിച്ചില്ല. എല്ലാരും കൈവെക്കുന്നു. ഞാനല്ല, എന്റെ ഭാര്യയാണ് സമ്മതിക്കാഞ്ഞത്. പുള്ളിക്കാരിക്ക് എന്റെ ആരോഗ്യത്തെ പറ്റി ഭയങ്കര ബോധരക്ഷണുണ്ട്. നാട്ടുകാർ കൈവയ്ക്കുന്നു, പുള്ളിക്കാരിക്ക് അറിയാൻ നന്നായി. അല്ല ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളൊക്കെ നോക്കി എല്ലാരും പാടുന്നുണ്ട്. ഇപ്പൊ ലീല എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മറ്റേ ബിജുവിന്റെ പാടി. ബിജു ഒക്കെ നേരത്തെ പാടുന്ന ആളാണ്. ഞാൻ അതുകൊണ്ട് ഇതില് മനോജേട്ടനെ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. നന്നായിട്ട് പാടും, നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്. ചാക്കോച്ചന്റെ ശബ്ദം വരട്ടെ ഇങ്ങോട്ട്. അതിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ മനോജേട്ടനും ഇച്ചായനും ഒരുമിച്ച് പാടണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഇരുന്നത്. പക്ഷെ അവസാനം വഴുതി മാറി. ഒരു കള്ളുകൂടി പാട്ടാണ്. ഞാൻ അതിനോട് എതിർപ്പുള്ള ആളാണ്. മലയാള സിനിമയിൽ ഇപ്പം നായകന്മാരുടെ ഇടയിൽ ഇതുവരെ പാടാത്തത് ഞാനും നിവിൻ പോളിയും മാത്രമേ ഉള്ളൂ. ഞാൻ അത് നിവിനോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും മാത്രമേ പാടാത്തുള്ളൂ. അപ്പം നിവിൻ പറഞ്ഞ് ഞാൻ പാടിയായിരുന്നു ചേട്ടാ. ഏത് പടത്തിന്? 83-ൽ. അയ്യോ എന്നിട്ട് ഗോപി അത് വേണ്ടെന്ന് പറഞ്ഞു. ആ ഒരു മുന്നറിയിപ്പ് എന്റെ മനസ്സിൽ അപ്പം മിന്നിക്കെത്തിയതുകൊണ്ട് ഞാൻ ബുദ്ധിപൂർവ്വം അത് വേണ്ടെന്ന് അപ്പൊ തന്നെ ചവിട്ടി വൈഫിന്റെ കാര്യം പറഞ്ഞു. ഹനുമാന്റെ വേഷമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വൈഫ് എന്ത് പറഞ്ഞു കണ്ടു കഴിഞ്ഞിട്ട് എപ്പോ വന്നു എന്ന് ചോദിച്ചു. അത് നമ്മൾ കഥ പറയാൻ പോയ സമയത്ത് നമ്മൾ ഈ ഇതെല്ലാം വരച്ച് കൊണ്ടാണ് പോയത്. എങ്ങനെ ഹനുമാൻ വേഷം എങ്ങനെ ഉണ്ടായിരിക്കും, അപ്പോൾ ആൾ മേക്ക് ഓവർ ഒക്കെ ചെയ്തുകൊണ്ട് പോയി. അപ്പം 15 മിനിറ്റ് കഥ കഴിഞ്ഞ സമയത്ത് ഇച്ചാൻ ഒരു കോള് വന്നു. ഇച്ചാൻ ഈ മേക്ക് ഓവർ പോസ്റ്ററുകളെല്ലാം എടുത്തുകൊണ്ട് അകത്തേക്ക് പോയി. അകത്തോട്ട് പോയപ്പോൾ ഞാൻ സൂര്യൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പുറത്ത്. എന്താവും അകത്തുനിന്ന് ഒരു കൂട്ടച്ചിരിയൊക്കെ, ഭയങ്കര ചിരി. എന്താ എനിക്ക് അപ്പോൾ ടെൻഷനായി, ദൈവമേ ഇത് ഏകദേശം തീരുമാനമായോ, കാരണം ഇത് കളിയാക്കിയ പോലെ ആയോ എന്നുള്ള രീതിയിൽ. പക്ഷേ ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. വേഷം കണ്ടിട്ടാണ് അവള് ചിരിച്ചത്. ഇല്ല, പുള്ളിക്കാരെ ഞാൻ അതിൽ നമ്മളെടുത്തൊരു എഫേർട്ട് അത് മനസ്സിലാക്കി. അല്ലാതെ ഈ പറയുന്ന പോലെ കളിയാക്കൽ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇത്രയും നമ്മൾ സ്ട്രെയിൻ എടുത്തതിന്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് പോസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താ ഭീമ ജ്വല്ലറിക്കാരുടെ പരസ്യം, അതിന്റെ ഇവിടുത്തെ ഗതയെ സ്വർണം. അല്ല ഞാനിത് ആദ്യം തന്നെ പറഞ്ഞതാണ്. ആ വൈറ്റ് ജംഗ്ഷനിൽ നോക്കുമ്പോൾ ആദ്യം കാണുന്ന പോസ്റ്റ് പച്ച ഗതയൊക്കെ പിടിച്ചു. പക്ഷെ എന്തായാലും ഗംഭീരമായി. കാരണം ഞങ്ങള് ചാക്കോച്ചനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു സാധനം, ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണല്ലോ. ഒരു ആക്ടർ എന്ന നിലയിൽ അതാണ് ഏറ്റവും നല്ലത്. ജനങ്ങൾ അതിൽ പറയണ ഇപ്പോൾ പുള്ളിയൻതെറ്റിയിൽ എനിക്ക് തോന്നുന്നു ചാക്കോച്ചൻ പൂർണ്ണമായും നിറഞ്ഞാടിയ സിനിമയാണ്. അത്രയും ഫ്ലെക്സിബിളായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്ത് പുതുമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇച്ചാൻ്റെ തന്നെ ഒരു അത് തന്നെ പറയാം. കാരണം 90 കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന ഇപ്പോൾ ലാലേട്ടൻ്റെയും അങ്ങനെയുള്ള ആൾക്കാരുടെ രീതിയിലുള്ള ഫ്ലെക്സിബിൾ മൂവ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ മൊത്തത്തിൽ. കാരണം ഒരുപാട് ശൈലികളുണ്ട് ഈ പടത്തിൽ. ഇപ്പം ഹ്യൂമർ, ഇമോഷൻസ്, ഡ്രാമ, അപ്പോൾ ഇതിലെല്ലാം തന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്ത് വരേണ്ട രീതിയിലാണ്. അപ്പോൾ ഹ്യൂമറൊക്കെ ഭയങ്കര രസകരമായിട്ട് ഇച്ചായനും കിച്ചു, നമ്മുടെ കോയ കൃഷ്ണശങ്കർ, അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻസ് ഭയങ്കര രസം. അത് ഷൂട്ടിൻ്റെ സമയത്താണെങ്കിൽ പോലും നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് സ്ക്രീനിലും എൻജോയ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നത്. ഇതിലെ താരങ്ങളെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഇതിനകത്ത് വന്നിരിക്കുന്നു. അപ്പം അവരുടെ കൂട്ടത്തിലുള്ള കാരണം ചാക്കോച്ചൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകൾ ചെയ്ത് സീനിയോറിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. പുതിയ താരങ്ങളുടെ കൂട്ടത്തിലൊരു ഇത് വരുമ്പോൾ എന്തെങ്കിലും ഒരു അൺകംഫർട്ടായിട്ടുള്ള എന്തെങ്കിലും തോന്നിയിരുന്നു? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം അതൊരു പുതിയൊരു വൈബാണ്.
ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം പുതിയ ആൾക്കാർ വരുമ്പോൾ അവരുടെ ഒരു പാറ്റേൺ ഓഫ് ആക്ടിങ് എന്താണ് എന്നുള്ളത് വളരെ ക്യൂരിയസ് ആയിട്ട് ഞാനത് എൻജോയ് ചെയ്യാറുണ്ട് ആ ഒരു സിറ്റുവേഷൻ. അവരുടെ അടുത്ത് അഭിപ്രായങ്ങളും ഒപ്പീനിയൻസും സജഷൻസും ഒക്കെ ചോദിക്കും. പക്ഷെ എന്നിട്ട് ഞാൻ അതിനേക്കാൾ ഉപരി അവരിൽ നിന്നും എന്ത് പഠിക്കാം എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അതവർക്കറിയത്തില്ല. മണ്ടന്മാർ അത് മനസ്സിലാക്കില്ല. അല്ല, അതിലിപ്പം കൃഷ്ണശങ്കറിനെ നമ്മുടെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തതും ഇച്ചായനാണ്. ഇച്ചായൻ്റെ ഓപ്ഷനാണത്. കിച്ചു ആ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും. അപ്പം ഞാൻ ആദ്യം അടി പിടിച്ച് അത് വർക്കൗട്ട് ആവുമോ, കാരണം എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കിച്ചു. കാരണം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഇച്ചായൻ്റെ കൂട്ടത്തിൽ കട്ടയ്ക്ക് നിൽക്കുന്ന ക്യാരക്ടറാണ്. അപ്പം കോയ അധികം മനോഹരമായിട്ട് കിച്ചു ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. പക്ഷേ എങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇച്ചായനാണ് 100% ഋഷി ടെൻഷൻ അടിക്കണ്ട, കിച്ചു പക്കയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ലൊക്കേഷനിൽ വന്ന് അവൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഏറ്റവും പെർഫെക്റ്റ് ഗഗൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഏറ്റവും പെർഫെക്റ്റ് കിച്ചു ആണ് എന്ന് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഇവരുടെ കോമ്പിനേഷൻസ് ഭയങ്കര രസമായിട്ട് വർക്കൗട്ടായി. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ സിനിമയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഈ സിനിമയെ പറ്റി പറയാനുള്ളത് വെച്ചാൽ പ്രേക്ഷകരോടാണ്. ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഒരു മുൻവിധിയും ഇല്ലാതെ ഈ സിനിമ കാണണം. അതായത് ഒരുപാട് സിനിമകളുടെ പാറ്റേണിലോ അങ്ങനെ, കാരണം 90കളിൽ തന്നെ നമ്മൾ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. എങ്കിലും ഈ സിനിമയ്ക്ക് ഈ സിനിമയുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്. കാരണം ഒരുപാട് കഥാപാത്രങ്ങളുടെ കണക്ഷൻസ് ഉണ്ട് ഈ സിനിമയിൽ. ഒരു ദേശത്തിൻ്റെ കഥ നോവലൊക്കെ വായിക്കുന്ന രീതിയിൽ നമ്മളൊരു വില്ലേജിനെ ടോപ്പ് ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻസും സ്ക്രീൻ പ്ലേയും പോയിരിക്കുന്നത്. അപ്പം ഒരു മുൻവിധിയും ഇല്ലാതെ ഈ സിനിമയെ കാണുക, എൻജോയ് ചെയ്യുക. കാരണം എല്ലാ തരത്തിലുള്ള എലമെൻറ്റുകളും ഈ സിനിമയിലുള്ള ഉണ്ട്. നല്ല നല്ല പാട്ടുകളുണ്ട്, നല്ല വിഷ്വൽ ട്രീറ്റുകളുണ്ട്, ഹ്യൂമർ, അതേപോലെ ഇമോഷൻസ്, ആക്ഷൻസ്. അപ്പോൾ അതുപോലെ എല്ലാ ഉള്ള സംഭവങ്ങളും കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ തീർത്തിരിക്കുന്നത്. പിന്നെ ഉത്സവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉത്സവ ലഹരിയാണ്. അപ്പോൾ അതുപോലെ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ സിനിമയുടെ ബാക്ക്ഡ്രോപ്പ്. അങ്ങനെ ഒരു ഉത്സവ തിമിർപ്പിനായിട്ട് തിയേറ്ററിലേക്ക് വരിക. ചാക്കോച്ച, ഇതിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. മറ്റ് താരങ്ങൾ, രഞ്ജി സാറ്, അങ്ങനെയുള്ള അവരെ കുറിച്ച് ഒന്ന് പറയാം. ഇതിൽ എടുത്ത് പറയേണ്ടത് എല്ലാവരുടെയും ക്യാരക്ടറുകൾ. ഇപ്പം രഞ്ജിയേട്ടൻ്റെ ആണെങ്കിലും എനിക്കൊന്ന് ജേക്കബിൻ്റെ സ്വർഗ്ഗയാത്രത്തിന് ശേഷം, അതിൽ ജേക്കബിന് ശേഷം രഞ്ജിയേട്ടനെ വളരെ ഡിഫറൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് ഇതിൽ മാധവൻ നായർ എന്ന് പറയുന്ന ക്യാരക്ടർ. ഈ ശ്രീദേവി ടാക്കീസ്, അതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ നടക്കുന്നത്. ആ ശ്രീദേവി ടാക്കീസിൻ്റെ ഉടമസ്ഥനാണ് രഞ്ജിയേട്ടൻ്റെ ക്യാരക്ടർ. അതേപോലെ തന്നെ മനോജേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ നീറെന്നാണ് പേര്. പുള്ളി മരത്തെ കയറുന്ന കക്ഷിയാണ്. അപ്പോൾ മരത്തിൽ നീർന്ന് പറഞ്ഞാൽ ഉറുമ്പ് വള്ളി പിടിച്ച് കയറുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് പുള്ളി നീർ എന്നാണ് വിളിക്കുന്നത്. മുത്തുമണിയാണ് നീറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ നീർ എന്ന കഥാപാത്രം. അതേപോലെ തന്നെ സുരേഷ് കൃഷ്ണയുടെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു അപ്പിയറൻസും ഒരു കഥാപാത്രമായിരിക്കും ഇതിൽ ഭഗവാൻ എന്ന ക്യാരക്ടർ. അത് ശ്രീദേവി എന്ന ശ്യാമിലിയുടെ അച്ഛൻ്റെ ക്യാരക്ടറാണ്. ഇത് 2 കരക്കാർ തമ്മിലുള്ളൊരു കഥയാണ്. വടക്കുംഭാഗം എന്ന് പറയുന്ന ഒരു കരയും പാലാട്ടുകര എന്ന് പറയുന്ന കരയും. അപ്പം വടക്കം ഭാഗത്തുകാരാണ് ഈ സുരേഷ് കൃഷ്ണ, സൈജു കുറുപ്പിൻ്റെ ബജ്രംഗൻ എന്ന് പറയുന്ന ക്യാരക്ടർ. വൻ പേരുകളൊക്കെയാണ്. പക്ഷേ ഈ പേരുകളൊക്കെ പണ്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പം പിന്നെ ഋഷിയുടെ നാട്ടിൽ ഋഷിയുടെ അപ്പൻ്റെ സമയത്ത് ഉള്ള കഥാപാത്രങ്ങൾ അവിടെയുള്ള ആൾക്കാരുടെ പേരുകൾ തന്നെയാണ് ഇത് ബജ്രംഗനെന്നും എല്ലാം ഉള്ളത്. അപ്പം പിന്നെ കരമന സുധീർ, വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് പുള്ളിയുടെ എൻട്രി. വെടിക്കെട്ട് വേലായുധൻ എന്നാണ് പേര്. അപ്പോൾ വെടിക്കെട്ടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഇൻ സാധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു തൃശ്ശൂർ പൂരത്തിന് ശേഷം മറ്റൊരു പൂരത്തിന് തിരികൊളുത്തുന്ന ഒരു ആ ഒരു വൈബ്രൻസ് ഉള്ള ഒരു എൻ്റർടൈനർ തന്നെയായിരിക്കും വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഈ കഥ കേട്ടിട്ട് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉടൻ തന്നെ ഡേറ്റ് തരണമെങ്കിൽ അത്രയും ഇഷ്ടപ്പെട്ട് അവർ എക്സൈറ്റഡ് ആയിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്കും പകർന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം, ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ട്രാഫിക് എന്ന സിനിമ കണ്ടു കഴിഞ്ഞിട്ടാണ് പ്രേക്ഷകർ എണീറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു അനുഭവം എനിക്ക് നേരിട്ട് അനുഭവിക്കാനായിട്ട് സാധിച്ചത്. ഇതിലൊരു പ്രത്യേകത, വേറൊരു സിനിമയുടെ ഷോയിൻ്റെ ഇടയിൽ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റിയിട്ട് ട്രെയിലർ കാണിക്കുമ്പോൾ ആ ട്രെയിലർ കണ്ടിട്ട് ആൾക്കാർ കൈയടിക്കുന്ന ഒരു അനുഭവം എൻ്റെ ഇത്രയും വർഷത്തെ സിനിമ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ആ കൈയടി എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കും ഉണ്ടാവട്ടെ എന്നുള്ളൊരു അഭ്യർത്ഥന, ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. 100% അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ചാക്കോച്ചൻ്റെ ഈ പറഞ്ഞ ട്രെയിലറിന് കൈയടി കിട്ടിയെങ്കിൽ സിനിമയ്ക്ക് 100% കൈയടി കിട്ടും, അത് ഉറപ്പാണ്. ഋഷിയുടെയും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ 2 പേർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സിനിമ ഒരു വൻ വിജയമാവട്ടെ. എല്ലാവിധ ആശംസകളും. അടിപൊളി. ഓക്കെ.